സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. എല്ലാം ഉണ്ട്. നമുക്കിപ്പം ഞാനൊരു പ്രാവശ്യം ഇതിനു മുമ്പ് വന്നതാണ്. അപ്പം ഞാൻ വാങ്ങിക്കാത്ത സാധനങ്ങൾ ഇനിയും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. നല്ലതാണ്, ഇത് യൂസ്ഫുള്ളാണ്, വില കുറച്ച് സാധനങ്ങൾ കിട്ടും. നല്ലതാണ്, ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്, സബ്സിഡി ഉള്ളതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾക്ക് കടയിൽ അപേക്ഷിച്ചൊക്കെ വില കുറവുണ്ട്. ഓണത്തിന് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ ഇത്, ഇങ്ങനെ ഒരു സംരംഭം ഗവൺമെൻറ് തുടങ്ങിയത്. താങ്ക്സ്. എല്ലാവരും കൂടെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വിലക്കുറവുണ്ട്, നല്ല വിലക്കുറവുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകും. വിശാലാണ്. അത് കൊള്ളാം. എല്ലാ പുറത്തെ എല്ലായിടത്തേക്കാളും നല്ല വില വ്യത്യാസമുണ്ട്. ഇവിടെ നല്ല ലാഭമാണ്, കുഴപ്പമില്ല. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം. നന്നായി. എല്ലാ വർഷവും വേണോ ഇത്? എവറി ഇയർ വേണം. നമസ്കാരം. ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുവാനായിട്ട് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്ന ഓണം ഫെയറിലാണ് ഞാൻ നിൽക്കുന്നത്. കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ പുറകുവശത്ത് ലിങ്ക് റോഡിന് തുടങ്ങുന്നതിൻ്റെ ആ സമീപത്തായിട്ടാണ് ഈ ഒരു ഓണം ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി സാധനങ്ങളുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കാവുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെയുണ്ട്. വലിയ വിലക്കുറവിലാണ് സർക്കാർ ഇത് നൽകുന്നത്. റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സബ്സിഡിയും കൂടി കിട്ടും. കൂടാതെ അത് കഴിഞ്ഞിട്ടും ഓഫറുകളൊക്കെ ഉണ്ട്. അതിൽ നമുക്കൊന്ന് നോക്കാം ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്ന്. ഇതൊക്കെ വാങ്ങിയവരുടെ ഒരു പ്രതികരണം കൂടി നമുക്കൊന്ന് കേട്ടുവരാം. എങ്ങനെയുണ്ട്? വിലയൊക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി. നമ്മൾക്ക് എല്ലാവർക്കും സാധാരണക്കാർക്കും മീഡിയം റേഞ്ചുള്ളവർക്കും നന്നായിട്ട് ഓണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ്. ഷാജൻസ്കറിയുടെ ഈ പരിപാടി ഞങ്ങൾ എല്ലാവരും കാണാറുണ്ട്. എല്ലാവിധ അഭിപ്രായം. സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. എല്ലാം ഉണ്ട്. നമുക്കിപ്പം ഞാനൊരു പ്രാവശ്യം ഇതിനു മുമ്പ് വന്നതാണ്. അപ്പം ഞാൻ വാങ്ങിക്കാത്ത സാധനങ്ങൾ ഇനിയും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. നല്ലതാണ്, ഇത് യൂസ്ഫുള്ളാണ്, വില കുറച്ച് സാധനങ്ങൾ കിട്ടുമ്പോൾ. സബ്സിഡി ഉപയോഗിച്ചു. ഉപയോഗിച്ചു. വിലയൊക്കെ നല്ലതാണ്, ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്, സബ്സിഡി ഉള്ളതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾക്ക് കടയിൽ അപേക്ഷിച്ചൊക്കെ വില കുറവുണ്ട്. ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒന്ന് വാങ്ങിക്കണത്. ഓണത്തിന് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ ഇത്, ഇങ്ങനെ ഒരു സംരംഭം ഗവൺമെൻറ് തുടങ്ങിയത്. താങ്ക്സ്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ ആകുമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഓണത്തിന് ഞങ്ങൾക്ക് ഒത്തിരി ഗസ്റ്റ് ഉണ്ട് പുറത്തുനിന്നും, എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായത്. ഈ ഒരു ഫെയർ നടത്തിയതേ ഭയങ്കര ഹെൽപ്പായി. നന്നായി. എല്ലാ വർഷവും വേണോ ഇത്? എവറി ഇയർ വേണം. വില വളരെ നല്ല കുറവുണ്ട്, നല്ല കുറവാണ്, നല്ല ഷോപ്പിംഗ് അനുഭവമായിരുന്നു. ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് അതിലും ഫാർ ബെറ്ററാണ്, നല്ല വിലക്കുറവുണ്ട്. അമ്മ എന്തൊക്കെയാണ് വാങ്ങിയത്? ഞങ്ങൾ പലവ്യഞ്ജന ഐറ്റം ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. പരിപ്പ്, സോപ്പ്, അരി, എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. മോളും ഞാനും കൂടെ, ഇത് മോനാണ്, എല്ലാവരും കൂടെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വിലക്കുറവുണ്ട്, നല്ല വിലക്കുറവുണ്ട്. സബ്സിഡി ഉണ്ടല്ലോ, പലതിനും സബ്സിഡി ഉണ്ട്. പൊതുജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. സബ്സിഡി ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് വാങ്ങിക്കാൻ പറ്റും. ഓണം എന്തായാലും കളറാവും. എന്തൊക്കെ വാങ്ങി? അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് എല്ലാം വില നല്ല. പിന്നെ ഇപ്രാവശ്യം 2 കിലോ വെച്ച് കിട്ടും. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകും. വിശാലാണ്. ഇന്നലെ വന്നിട്ട് പോയതാണ്, തിരിച്ചു പോയി. ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരണം, ഫാമിലി ആയിട്ട് വരണം. ഇന്നലെ അന്വേഷിച്ചിട്ട് വന്നിട്ട് കിട്ടിയില്ല. ഞങ്ങൾ അവിടേക്ക് ഇറങ്ങിയിട്ട് വനതയിലൊക്കെ കയറി പോകുന്നു. അറിഞ്ഞില്ല. ഈ വയസ്സാന്ന്, പക്ഷേ ഇവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പുറത്താണ് നോക്കിയിടുന്നത്. എന്നിട്ടിപ്പോൾ ഇത് പറഞ്ഞ് പിന്നെ വേറെ ആൾക്കാർ പറഞ്ഞ് ഇവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങി? ഇപ്പോൾ 1800 രൂപയുടെ മേടിച്ചു. പുറത്തുനിന്ന് വാങ്ങുവാണെങ്കിൽ എത്ര ആയേനെ? അത് കൂടുതൽ വരും എനിക്കറിയാം. റേഷൻ കാർഡുമായിട്ടാണോ വന്നത്? റേഷൻ കാർഡുണ്ട്. അപ്പം ഇനിയായാലും ഇനി ചെന്നിട്ട് വൈഫായിട്ട് ഇന്ന നാളെ വരും. വീണ്ടും വാങ്ങാൻ വേണം. മറ്റുള്ള പലചരക്ക് മേടിക്കാണ്ട് കുറച്ചുകൂടി അവരൊക്കെയല്ലേ അറിയാമല്ലോ, കറക്റ്റ് അറിയണം. അതാണ് ഞങ്ങൾ പോകുന്നു. ഇങ്ങോട്ട്
ഒരുപാട് സഹായം. ഓക്കെ താങ്ക് യു. എങ്ങനെയുണ്ട് വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ കുറവാണ്. സബ്സിഡിയുള്ള ഐറ്റംസിനൊക്കെ കുഴപ്പമില്ല. നമ്മുടെ ശബരിയുടെ ഐറ്റംസൊക്കെ അതിനൊക്കെ വില കുറവുണ്ട്. വെളിച്ചെണ്ണക്കും പഞ്ചസാരക്കൊക്കെ വില കുറവുണ്ട്. അത് കൊള്ളാം. പുറത്തെ എല്ലായിടത്തേക്കാളും നല്ല വില വ്യത്യാസമുണ്ട്. ഇവിടെ നല്ല ലാഭമാണ്. കുഴപ്പമില്ല. എല്ലാ ഐറ്റംസും ഉണ്ട്. കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഈ വില കൂടുതലിന് നമുക്കൊരാശ്വാസമാവുന്നുണ്ട്. വിപണിയേക്കാളിലും ഒരുപാട് ഉണ്ടെന്നാണ് കരുതുന്നത്. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി? പ്രധാനമായിട്ടും പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മളിവിടെ ഒരു സാധനം MRP വിലയിൽ കൊടുക്കുന്നില്ല. എല്ലാത്തിനും സബ്സിഡി റേറ്റും ഉണ്ട്. MRPയിൽ നിന്ന് പെർസെൻറ്റേജ് കുറച്ച് 5% കുറയുന്നുണ്ട്, 50% കുറയുന്നുണ്ട്. അങ്ങനെ പല ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം. ഇത് നമ്മുടെ സപ്ലൈകോയുടെ പ്രോഡക്റ്റിന് മാത്രമാണോ സബ്സിഡി അതോ മറ്റ് ബ്രാൻഡുകൾ? മറ്റ് ബ്രാൻഡുകൾക്കും ഉണ്ട്. മറ്റ് ബ്രാൻഡുകൾക്കും സബ്സിഡി കഴിഞ്ഞാൽ റേഷൻ കാർഡിന് കിട്ടുന്ന സബ്സിഡിക്ക് അതിന് പുറമേ തന്നെ മറ്റ് സാധനങ്ങൾക്കൊക്കെ നല്ലതുണ്ട്. ഇപ്പം നമ്മൾ ഹോം അപ്ലയൻസുകൾ വന്നിട്ടുണ്ട്. നാക്കോ പൊതു മാർക്കറ്റിൽ നിന്നും നല്ല വിലക്കുറവ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അത് കസ്റ്റമേഴ്സ് കണ്ടറിഞ്ഞ് പറയുന്നതാണ്. ഇത് പൊതു മാർക്കറ്റിൽ നിന്നും വില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് അവർ തന്നെ പറയുന്നത്. ഇപ്പോൾ നാക്കോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഹോം അപ്ലയൻസും സപ്ലൈക്കോയിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന. അത് നല്ല സെയിലുണ്ട്, നല്ല സാധനമുണ്ട്, കസ്റ്റമേഴ്സിന് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ക്വാളിറ്റിയുള്ള സാധനങ്ങളായതുകൊണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. സബ്സിഡി റേഷൻ കാർഡ് മാത്രമേ ഉള്ളൂ? സബ്സിഡി റേഷൻ കാർഡിന് മാത്രമേ ഉള്ളൂ. സബ്സിഡി ഈ ഹോം അപ്ലയൻസസ് എന്ത് വേണേലും എടുക്കാം. റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി സാധനം കിട്ടുന്നു. അല്ലാത്തതിനെല്ലാം നമുക്ക് ഹോം അപ്ലയൻസസിനും നമ്മൾ സബ്സിഡി കൊടുക്കുന്നു. ഉണ്ട്. അതിന് നല്ലൊരു പെർസെൻറ്റേജ് ഇട്ടാണ് കൊടുക്കുന്നത്. 5% എന്നല്ല, അതിനകത്ത് നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ അതായത് ഹോം അപ്ലയൻസിന് അതെല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ട്. ശബരി അല്ലാതെ നമ്മുടെ വേറെ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? ശബരി അല്ലാതെ നമുക്ക് പറഞ്ഞ ഹിന്ദുസ്ഥാൻ്റെ ഉണ്ട്, ആഷിക്കിൻ്റെ ഉണ്ട്, അങ്ങനെ പല പല കമ്പനികളുടെയും ഉണ്ട്. എല്ലാം നല്ല റേറ്റ് കുറച്ച് ഓഫറിൽ കൊടുക്കുന്നത്. എല്ലാത്തിനും ഒന്നിനൊന്ന് ഓഫറുള്ളതുണ്ട്. 50 രൂപ 100 രൂപ കുറച്ച് കൊടുക്കുന്ന സാധനങ്ങളുണ്ട്. അതായത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ല. ഇപ്പം നമ്മൾ പഞ്ചസാരയുടെ വില നോക്കുന്നത് റേഷൻ കാർഡിന് 37 രൂപയുള്ളൂ, മറ്റേത് 51 രൂപ. ഓപ്പൺ മാർക്കറ്റിൽ അത് അതിനേക്കാൾ വില കൂടുതലാണ്. അതിന് അത്രയും ഡിഫറൻസ് നമ്മുടെ ഈ ട്രേഡ് ഫെയറിൽ നമുക്കുണ്ട്. അത് കസ്റ്റമേഴ്സിനും നല്ലൊരു എന്താ പറയുന്നത് ഗുണമാണ്. ആളുകളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രത്യേകത. ആവശ്യം പോലെ എടുക്കാം. റേഷൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ സബ്സിഡി ഇനത്തിലും ആ രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലാതെയും ഡിസ്കൗണ്ട് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന മറ്റ് പ്രോഡക്റ്റുകൾക്കും സപ്ലൈകോയുടെ അല്ലാത്ത മറ്റ് പ്രോഡക്റ്റുകൾക്കും ഒരുപാട് വിലക്കുറവുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. കൂടാതെ ഇവിടെ നിന്നും 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മാന കൂപ്പണുണ്ട്. ആ സമ്മാന കൂപ്പണിൽ ബമ്പർ സമ്മാനം ഒരു ഹീറോയുടെ 2 വീലറാണ്. 2ാം സമ്മാനം 2 പേർക്ക് അരപ്പവൻ സ്വർണ്ണ നാണയമാണ്. 3ാം സമ്മാനം 3 പേർക്ക് വാഷിംഗ് മെഷീനുകളുണ്ട്. പിന്നെ ജില്ലാതല വിജയികൾക്ക് സ്മാർട്ട് ഫോണുകളുമുണ്ട്. അങ്ങനെ വലിയ ഒരു സമ്മാന നിര തന്നെ സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. ഓണം ഫെയർ നടക്കുന്ന കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഈ സ്റ്റാളിലേക്ക് എത്തുവാനായി വൈറ്റിലയിൽ നിന്നും ഒരു KSRTC AC വോൾവോ ബസ് തന്നെ സൗജന്യമായി സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. ആ ബസ്സാണ് എൻ്റെ പിന്നിൽ ഈ കാണുന്നത്. ഇത് വൈറ്റിലയിൽ നിന്നാണ് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് വണ്ടി തുടങ്ങുന്നത്? വൈറ്റ് ലാബിൽ നിന്ന്
പൈപ്പ് ലൈൻ പാലാരിവട്ടം, അത് കഴിഞ്ഞ് സ്റ്റേഡിയം, കല്ലൂർ സ്റ്റേഡിയം, നേരെ മേനകയിൽ നിന്ന് നേരെ വീണ്ടും കടവന്തറ വൈറ്റില, അങ്ങനെ റൊട്ടേഷൻ വൈറ്റില അപ്പി പോവും. എന്നിട്ട് വീണ്ടും കറങ്ങി അങ്ങനെ തന്നെ റൊട്ടേഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കയറുന്നവർക്ക് സൗജന്യമാണ്, എല്ലാവർക്കും കയറുന്നവർക്ക് സൗജന്യം പൂർണ്ണം. പിന്നെന്താണ് നമ്മൾ ഈ ഫെയറിനെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക? ഫെയറിനെ പിടിച്ചും നമ്മുടെ ഇതിനെക്കുറിച്ചൊക്കെ മൊത്തം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് ഓഫറിനെ കുറിച്ചും സപ്ലൈക്കോനെ കുറിച്ചൊക്കെ പറയും. ഈ സമയക്രമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വൈറ്റില ഹബിൽ? ഇല്ല, സമയമൊന്നുമില്ല, അങ്ങനെ പോയി റൊട്ടേഷൻ അടിച്ച്. ഇതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം നല്ല വെയിലൊക്കെ ഉള്ള സമയവും അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് ബസ് കയറി ഇങ്ങോട്ടേക്ക് വരാൻ ഒരു പാടുമില്ല. ഈ KSRTC വോൾവോ ബസ്സിൽ കയറാം. എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർ സപ്ലൈകോയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ മറക്കണ്ട, കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ പുറകുവശത്ത് ലിങ്ക് റോഡ് തുടങ്ങുന്നതിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് ഈ ഒരു സ്റ്റാള് പ്രവർത്തിക്കുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.